ഇത് നോക്കിയേ, ആ തക്കാളി എല്ലാം ചീഞ്ഞു പോയി. നമ്മളൊരു 5-6 തക്കാളി നട്ടിട്ടേ അത് ഇങ്ങനെ ചീഞ്ഞു പോകുമ്പോഴേക്കും നമ്മൾ നോക്കി വളർത്തിയിട്ടേ അതിന് നമുക്ക് അത്രയും വിഷമം. അപ്പോൾ ഒരു 2-3 ഏക്കർ സ്ഥലത്തെ തക്കാളിയൊക്കെ ചീഞ്ഞു പോകുമ്പം അത് കൃഷി ചെയ്തവർക്ക് എന്തോരം വിഷമം ഉണ്ടാവും. പിന്നെ ഏക്കർ കണക്കിന് നട്ട് ഉണ്ടാക്കുന്ന കൃഷികളെല്ലാം നശിച്ചു പോകുമ്പോൾ അവരെന്ത് വിഷമം ഉണ്ടാവും. അങ്ങനെയാ. ഇതിനെപ്പോലെ ഈ പറഞ്ഞനുസരിക്കല്ലാണ്ടും ഇഷ്ടത്തിനൊക്കെ നടക്കുന്ന മക്കൾ അങ്ങനെയാണ്. കുഞ്ഞിനെ ആറ്റുനോറ്റ് ഉണ്ടാക്കി കൊണ്ടുവന്ന് ഓരോന്ന് ചെയ്യുമ്പോഴേ വലിയ ആഗ്രഹിച്ച് വളർത്തി കൊണ്ടുവന്ന ആ മക്കളും ഇതുപോലെ തലതിരിഞ്ഞ് പോയി കഴിയുമ്പോൾ ഇങ്ങനെയാ അവർക്കും ഉണ്ടാവും വിഷമം. ഉണ്ടോ? ഇപ്പം എങ്ങനെ ഇരിക്കണ്? അവസാനം അത് എൻ്റെ മഞ്ചപ്പോൾ തന്നെ വന്നില്ലേ? ഒരു കണക്കിന് ചാച്ച പറഞ്ഞത് ശരിയാ. വളരെ പ്രതീക്ഷയോടുകൂടി മാതാപിതാക്കൾ മക്കളെ വളർത്തിക്കൊണ്ടുവരും. തിരിച്ചറിവായി കഴിയുമ്പോൾ പേരെന്താണെന്ന് പോലും അറിയാത്ത ഓരോ മയക്കുമരുന്നും കുത്തിക്കയറ്റി അപ്പനെ തലക്കടിച്ചും അമ്മേൻ്റെ കഴുത്തറത്തും ഒക്കെ കൊല്ലുന്ന വാർത്തകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെയുള്ള സാമൂഹിക വിപത്തുകളെ അടുത്ത ചെടിയിലേക്ക് ഫംഗസ് പടർന്നു പിടിക്കുന്നത് പോലെ സമൂഹത്തിൽ മൊത്തം പടർന്നു പിടിക്കുന്നതിന് മുമ്പ് ആ സാമൂഹിക വിപത്തുകളായിരിക്കുന്നവരിൽ നിന്നും അകന്നു നിൽക്കാനോ അല്ലെങ്കിൽ അവരെ അകറ്റി നിർത്താനോ ഉള്ള ഒരു വിവേകമാണ് ഇന്നത്തെ തലമുറയ്ക്ക് വേണ്ടത്.